തൊഴിൽ ലഭ്യമാകുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ വേണമെന്ന് പറഞ്ഞു തരുന്നു കരിയർ ടിപ്സ്. നമസ്കാരം. നിങ്ങൾ എത്ര പേരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലപ്പോഴും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ വീട്ടിൽ പറയുമോ, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയുമോ, അല്ലെങ്കിൽ നമ്മൾ അയൽവക്കത്തോട് പറയുമോ, എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ആദ്യം തരുന്ന റെസ്പോൺസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, അയ്യോ ഈ ആശയം എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇത് തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല, എന്തിനാ ഇത് തുടങ്ങുന്ന, വെറുതെ സമയം കളയുന്ന, അപ്പുറത്തെ വീട്ടിൽ ആ പയ്യൻ കണ്ടില്ലേ മറ്റേ ജോലിക്ക് പോയിട്ട് എന്തുമാത്രം സമ്പാദിക്കുന്നു, അപ്പോൾ പിന്നെ എന്തിനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയം കളയണം, നേരിട്ട് ജോലിക്ക് പോയിക്കൂടെ? ഇതാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. ഇതേ വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയതിനു ശേഷം നമ്മളെക്കുറിച്ച് ഇതേ വ്യക്തികൾ തിരിച്ച് പറയുന്നത്, കൊച്ചിലേ ഇങ്ങനത്തെ ഒരു ട്രെയിറ്റ് ഉള്ളൊരു കക്ഷിയായിരുന്നു, കൊച്ചിലേ ബിസിനസ്സും ഓൺട്രപ്രണർഷിപ്പും അവൻ്റെ ബ്ലഡിൽ തന്നെ അലിഞ്ഞിരുന്നു, അതുപോലെ ഇപ്പോൾ എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല, ഇതിൽ നിന്ന് എത്രയോ ഉയരത്തിലെത്താൻ കിടക്കുന്നു. ഇതേ വ്യക്തികൾ തന്നെയായിരിക്കും അപ്പം അങ്ങനെ പറയുന്നത്. അതേപോലെ ഫേസ്ബുക്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയതിനു ശേഷം പോയി പോസ്റ്റ് ചെയ്ത 500 ലൈക്കും അതിൻ്റെ കൂടെ വരാൻ പോകുന്ന അസോസിയേറ്റഡ് വേർഡിങ്സ്, ലോങ് വേ ടു ഗോ. പക്ഷെ ഇത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അവർക്ക് മാത്രമേ അവരുടെ കാര്യം ഒരു സീരിയസ് സംഭവമായിട്ട് തോന്നൂ. പക്ഷെ ബാക്കി ചുറ്റുമുള്ളവർക്ക് ഏതോ ഒരു ഭ്രാന്തൻ്റെ അല്ലെങ്കിൽ വെറുതെ നേരം പോക്കിന് തോന്നുന്ന ഐഡിയ ആണ്. നമുക്ക് മാത്രമേ, തുടങ്ങുന്നവർക്ക് മാത്രമേ ഒരു വിഷൻ ഉള്ളൂ, അതെന്താണ്, അതെന്തിനുമാണ് തുടങ്ങുന്നത്, ഒരു പേർപ്പസ് ഉണ്ടെന്നും, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് മാത്രമേ നമ്മളെ വിശ്വസിപ്പിക്കാനേ കഴിയും. മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ സക്സസ്ഫുൾ ആവുന്നത് വരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം ഞാനും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും അനുഭവിച്ച ഓരോ ബുദ്ധിമുട്ടുകളാണ്. ഇതിപ്പം വർക്കും ലൈഫും ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാൻ പോകുന്നത്? ഒരു കുട്ടിയുണ്ട്, ഇത് റിക്രൂട്ട്മെൻറ്റ് കമ്പനിയാണ്, എത്രയോ റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ ഇതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ, പ്രത്യേകിച്ച് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു റെസഷൻ പീരീഡും കൂടെയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ തുടങ്ങുന്നത് എന്തിനാണ്? അങ്ങനെ അഭിപ്രായങ്ങൾ പലതും ഞാൻ കേട്ടിരുന്നെങ്കിൽ ഇന്ന് നമുക്കൊരു വൺ ഓഫ് ദി ബെസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് കമ്പനീസ് ഇൻ ട്രിവാൻഡ്രമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും മാറാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ആശയം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും സക്സസ്ഫുൾ ആയി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്ന വേർഡിങ്സ് അതേ വ്യക്തികളിൽ നിന്നും വേറെ റെസ്പോൺസ് ആണ് ഉണ്ടാകുന്നത്. റിക്രൂട്ട്മെൻറ്റ് നന്നായി ചെയ്യുന്നതാണെന്ന് പണ്ടേ അറിയാമായിരുന്നു, ബിസിനസ് ബ്ലഡിലുണ്ട്, അപ്പം അത് ബിസിനസ് വുമൺ തന്നെ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. സോ അത് ഞാൻ 2 സൈഡ്സ് ഓഫ് ദി കോയിനും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇത് എന്നെപ്പോലെ ഒരുപാട് പേര് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുകയും തുടങ്ങി കഴിഞ്ഞ് സക്സസ്ഫുൾ ആയവർ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീരിയസ് ആയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സക്സസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് ഒരു ഐഡിയയാണ്. ആ ഐഡിയ ഉള്ളിൽ അതൊരു ഇന്നൊവേഷൻ ആവാം. ഇൻഫാക്ട് നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് തന്നെ ഒരു ഇന്നൊവേഷനിലാണ് ഇരിക്കുന്നത്. നമ്മുടെ യങ് ജനറേഷൻസിൻ്റെ ഇന്നൊവേഷൻസാണ് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ യു നീഡ് ടു ഹാവ് ആൻ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ പാഷനായിട്ട്, ഇതിന് മുന്നേ പലപ്പോഴും പറഞ്ഞാണ്, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, പാഷനായി ബന്ധപ്പെട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന വർക്കായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല കാര്യവിവരമുള്ള ഒരു ഐഡിയ, അതൊരു സാധനം ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആവാം, സെല്ലിങ് എ പ്രോഡക്റ്റ് ആവാം, റീസെല്ലിങ് എ പ്രോഡക്റ്റ് ആവാം, അതുപോലെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ആവാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം, എന്ത് തന്നെ ആയാലും ആ ഏരിയ നന്നായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തൊരു ഒരു ഐഡിയ ഉണ്ടാവണം. എത്ര പേര് തുടങ്ങിയ ഏരിയ ആയിക്കോട്ടെ, പുതിയ ഐഡിയ ആവട്ടെ, എന്ത് തന്നെ ആയാലും ആ ഐഡിയയിലുള്ള റിസർച്ച് പ്രോപ്പർ ആയിരിക്കണം. പിന്നെ സെക്കൻഡറി സ്റ്റാർട്ടപ്സിന് ആദ്യം വേണ്ടത് ഫണ്ടാണ്. ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു? ഫണ്ട് പലപ്പോഴും ഫണ്ട്സ് ഈസിലി അവൈലബിൾ അല്ല. നമ്മളതിന് ലോൺ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ പല കാര്യങ്ങളും കൊളാട്രൽസൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ലോൺസ് കിട്ടുകയുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ ഒരു മിഡിൽ മാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ചിലപ്പോൾ അത് വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ സാഹചര്യം, നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ യങ് ഓൺട്രപ്രണേഴ്സിനെയും വിമൻ ഓൺട്രപ്രണേഴ്സിനെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫണ്ട്സ് ഒരു പ്രോബ്ലം അല്ല,
നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ടപ്സിന് ഒരുപാട് പോളിസീസ് ഗവൺമെൻറ് ലെവലിൽ തന്നെ കൊണ്ടുവന്നിരുന്നു. കേരള ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ്സ് എടുത്തിട്ടുണ്ട്, ലൈക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ. സോ അപ്പോൾ ഫണ്ട്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വലിയ പ്രോബ്ലംസ് വരുന്നില്ല ശരിക്കും. ഇഫ് യു ഹാവ് എ ഗുഡ് ഐഡിയ ദെൻ യു ഹാവ് ബാക്കപ്പ് ഫണ്ട്സ്. നമുക്ക് ഇൻഫാക്ട് 3 years കഴിഞ്ഞ റീപേയ്മെൻറ്റ് ചെയ്താൽ മതി എന്ന ലെവലിൽ സ്റ്റാർട്ടപ്പ് പ്ലാൻസ് ഉണ്ട്. നമുക്കതുപോലെ തന്നെ ടാക്സ് 3 വർഷത്തേക്ക് നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് തന്നെ എക്സംഷൻ വരുത്തിയിട്ടുണ്ട് സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട്. ഇന്ത്യയിൽ വരുന്ന സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് 3 വർഷത്തേക്ക് ടാക്സേഷൻ പ്രോബ്ലംസ് വരുന്നില്ല. പേറ്റൻറ്റ് എടുക്കാനാണെങ്കിൽ 80% റിഡക്ഷൻ വാല്യൂവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാപിറ്റൽ ഗെയിൻസിൽ ടാക്സ് കുറച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്കൊരു മൊബിലിറ്റി, ഫ്രീ ആക്സസ് ഗവൺമെൻറ് നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടൊരു ഇതിനു മുന്നേ നമ്മൾ ഓൾറെഡി നിലവിലുള്ളൊരു പ്ലാൻ ആണെങ്കിൽ ഇതിനു മുന്നേ നമ്മുടെ ആ പാത സഞ്ചരിച്ച വ്യക്തികളുണ്ട്, സക്സസ്ഫുള്ളായിട്ട് സഞ്ചരിച്ച വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ മെൻറ്ററിങ് എന്ന് പറയും, അത് ചെയ്യാൻ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മെൻറ്റേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമുക്കൊരു മെൻറ്റർ ഉണ്ടാവുന്നത് ഏത് ബിസിനസ്സിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു സക്സസ്ഫുൾ മെൻറ്റർ ആണെങ്കിൽ നമ്മൾ ഏത് തെറ്റായ ഒരു ഡിസിഷൻ എടുക്കുമ്പോഴും ആ മെൻറ്ററിനെ നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ നമ്മൾ ആരോടും ഡിസ്കസ് ചെയ്യില്ല, ആ പ്ലാൻ നമ്മൾ ആരോടും പറയാൻ പാടില്ല, എൻ്റെ ക്രിയേഷനാണ്, എനിക്ക് ആരുടെ സഹായം ഇതിൽ തേടാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാൻ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ലേ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ശരിക്കും നമുക്ക് ഈ പാത സഞ്ചരിച്ചിട്ടുള്ള ഇതോട് സിമിലർ പാത്ത് ട്രാക്ക് ചെയ്തിട്ടുള്ള ആളുകളോട് സംസാരിക്കുകയും അവരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഓപ്പൺ മൈൻഡ് വേണം, ഒരു കണ്ടിന്യൂസ് ലേണിംഗ് ഇത് വേണം. പിന്നെ ഈ ബിഗായിട്ടൊരു ബിസിനസ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിനുവേണ്ടി ഗവൺമെൻറ് ഇൻക്യുബേറ്റേഴ്സ് ഇനിഷ്യേറ്റീവ്സ് വളരെ പണ്ടേ എടുത്തു തുടങ്ങി നമ്മുടെ കേരള ഗവൺമെൻറ് ഉൾപ്പെടെ. സോ വി ഹാവ് ഇൻക്യുബേറ്റേഴ്സ് വിച്ച് കൻ ഹെൽപ്പ് അസ് വിത്ത് ഫെസിലിറ്റീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. സോ ഇങ്ങനത്തെ പിന്നെ അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്. ഇൻഫാക്ട് IIT IIMസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ആശയം നമുക്ക് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഓപ്പൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി വെരി ഈസി ഫോർ സ്റ്റാർട്ടപ്പ് ടു സസ്റ്റെയിൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടായ കുറേ ഏരിയാസാണ് ഈ ടാക്സേഷനിൽ ബെനിഫിറ്റ്സ് ഇല്ലാതെ വരുമ്പോൾ. പിന്നെ ഇൻഫാക്ട് നമ്മൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ പലർക്കും എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ഒരു ഡൊമെയിൻ നെയിം എങ്ങനെ എടുക്കണം, ഇതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് എല്ലാം ഇപ്പം നമ്മളെ മൊബൈലിൽ ഇരുന്ന് തന്നെ രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിൽ വരെ ആപ്പുണ്ട്. സോ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ഈസി ആൻഡ് ഇറ്റ്സ് എ ഗുഡ് പീരീഡ് ടു സ്റ്റാർട്ട് ന്യൂ കമ്പനീസ്. ഈ സ്റ്റാർട്ടപ്സ് ഉണ്ടാവും തോറും നമുക്ക് ഒരുപാട് വൈറ്റ് കോളർ ജോബ്സും അല്ലാത്ത ജോബ്സിനും ഉള്ള സാധ്യതകൾ ഇന്ത്യക്കകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുകയും ആസ് എ ഹോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ ആസ് എ ഹോൾ ടു യുണൈറ്റ് and start new companies and give new opportunities to people. ഒരു സ്റ്റാർട്ടപ്പ് സക്സസ് ആകുമ്പോൾ നമ്മളെ പിന്തുടരാൻ ഒരുപാട് പേര് ഉണ്ടാവും. പേടിച്ച് നിൽക്കുന്ന ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയും. അത് കാരണമാണ് പലരും മുന്നോട്ട് വരാതിരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അത് ശമ്പളം കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും ഒരു ജോബ് സീക്കർ എന്ന നിലയിൽ നിന്ന് മാറി നമ്മൾ ജോബ് ക്രിയേറ്റർ എന്ന നിലയിലേക്ക് വരുമ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ടുള്ളവരെ കാണുകയും അവരെ പാത പിന്തുടരുകയും ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് ഏതാശയം, അതൊരു പുതിയ ആശയമായാലും ഒരു പേർപ്പസ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഒരു സർവീസ് ആയാലും ഒരു കമ്മോഡിറ്റി നമ്മൾ സെല് ചെയ്യാൻ ശ്രമിക്കുന്ന എന്ത് തന്നെ ആയാലും അതിനൊരു പേർപ്പസ് ഉണ്ടാവണം. ആളുകളെ സെർവ് ചെയ്യുകയും അതുകൊണ്ടൊരു ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ അത് ഹിറ്റാവും. പിന്നെ അതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ വരെ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ അതിന് മുന്നിലോട്ട് ഇറങ്ങാം. പക്ഷേ ഞാൻ തുടങ്ങി എന്ന് ഉള്ളതുകൊണ്ട് മാത്രമല്ല, റിസ്ക് എടുക്കുന്നവർക്ക് മാത്രമേ ലൈഫിൽ മുന്നോട്ട് വരാൻ പറ്റൂ. ഒന്നും അറിഞ്ഞു വെച്ചുകൊണ്ട് പല ഇന്നോവേഷൻസും നമ്മുടെ ലോകത്തുണ്ടായിരിക്കുന്ന പല ബിഗ് ഇന്നോവേഷൻസും ഓരോരുത്തർ റിസ്ക് എടുത്തും ഓരോരുത്തരുടെ സ്വപ്നം റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ അവരെടുത്ത എഫേർട്ടാണ്. ആ എഫേർട്ടും റിസ്ക്കും നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ജോബ് ക്രിയേറ്റർ ആവാൻ കഴിയില്ല, ജോബ് സീക്കർ ആവാനേ കഴിയും. താങ്ക് യു.